നമസ്കാരം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിലേക്കാണ്. നിങ്ങളുടെ വണ്ടികളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും ടെക്നിക്കലി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്കും അല്ല മെക്കാനിക്കൽ ഫീൽഡിൽ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗമാകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. ഇനോവയുടെ ബ്രേക്ക് ഷൂ റീപ്ലേസ്മെന്റിന്റെ ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇതാണ് വീൽ സിലിണ്ടർ. ഇപ്പോൾ ബ്രേക്ക് ഷൂ റിമൂവ് ചെയ്തിട്ടുള്ള കണ്ടീഷനാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇവിടെ ബ്രേക്ക് ഷൂ ഒക്കെ മാറുന്നത് അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. ഇതാണ് നമ്മൾ ഇനോവയുടെ ബ്രേക്ക് ഷൂ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിപ്പോ നേരത്തെ നമ്മൾ കണ്ടത് വളരെ ചളിയുള്ളതായിരുന്നു. ഇപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബോഷ് എന്ന കമ്പനിയുടെ ലൈനറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കൈ മാറ്റാൻ പറ്റില്ലല്ലേ? ഇതിപ്പോൾ ഹാൻഡ് ബ്രേക്ക് ലിവർ നമ്മൾ ലൈനറിനകത്ത് പിടിപ്പിച്ചിട്ടുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ ഹാൻഡ് ബ്രേക്ക് ലിവർ നമ്മൾ കേബിൾ കുടിച്ചതിന് ശേഷം ബാക്കിൽ, അതായത് വണ്ടിയുടെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഫസ്റ്റ് ലൈനർ കൊടുക്കേണ്ടത്. അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുതിയ ലൈനർ ഫിറ്റ് ചെയ്യുമ്പോൾ ഡ്രമ്മ് ഒന്ന് ഫേസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഡ്രം ഒന്ന് ക്ലീനിങ് ആവും. അതുപോലെ തന്നെ നല്ല ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ ഇട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ, അപ്പോൾ വീണ്ടും നല്ല ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്.